കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് പി ജി എൻട്രൻസിന് നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊന്നാണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളും പറയും, പിന്നീട് നമ്മൾ പഴയകാല യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ എന്ത് പറയാൻ പറ്റും? പരസ്പര ബന്ധം. അത് തന്നെയാണ്. അതായത് എന്താണ് പരസ്പര ബന്ധം പറയണമെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ എത്ര ആൾക്കാർ വേണം? 2 പേരെങ്കിലും വേണം. അപ്പോൾ കോറിലേഷൻ എവിടെയാണ് നിലനിൽക്കുന്നത്? ബൈവേരിയേറ്റ് ആൻഡ് മൾട്ടിവേരിയേറ്റ് ഡേറ്റ. അതായത് എന്താണ് കോറിലേഷൻ നമുക്ക് എവിടെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ? ബൈവേരിയേറ്റ് ഡേറ്റയിലും മൾട്ടിവേരിയേറ്റ് ഡേറ്റാസിലും മാത്രമേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആണ്. അതായത് എന്താണ് നമ്മൾ എടുക്കുന്ന 2 വേരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, അവർ എത്രത്തോളം അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്, കോറിലേഷനകത്ത് നമ്മൾ നോക്കുന്നത്. ഇനി 2 വേരിയബിൾസ് എപ്പോഴാണ് നമ്മൾ കോറിലേറ്റ് ചെയ്ത് കിടക്കുന്നതെന്ന് പറയുന്നത്? അതായത് ഒരു വേരിയബിളിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത വേരിയബിളിൽ എന്തുണ്ടാവണം? ഒരു ചേഞ്ച് ഉണ്ടാകണം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ എടുക്കുകയാണോ ഹൈറ്റ്, വെയിറ്റ്, ഇങ്ങനൊരു വേരിയബിൾ നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെ 2 വേരിയബിൾ എടുക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ഹൈറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കട്ടെ? സ്വാഭാവികമായിട്ടും വെയിറ്റും അതനുസരിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ഇതെന്തെന്ന് പറയാൻ പറ്റും? പരസ്പരം കോറിലേറ്റ് ചെയ്ത് കിടക്കുന്ന വേരിയബിൾസ് ആണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പറയാം. ഏതാണ്? പ്രൈസും ഡിമാൻഡും. പ്രൈസ് കൂടുമ്പോൾ നമ്മുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഇത് എന്തെന്ന് പറയാൻ പറ്റും? കോറിലേറ്റ് ചെയ്ത് കിടക്കുന്ന 2 വേരിയബിൾസ് ആയിട്ട് പറയാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഈ ഹൈറ്റിനെ എക്സ് എന്ന് കൊടുക്കാം, വെയിറ്റിനെ വൈ എന്ന് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് എക്സ് വൈ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 2 വേരിയബിൾസ് എന്ത് ചെയ്യണം? ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അതായത് എന്താണ്? ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പം കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്ത വേരിയബിൾ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതാണ്? നമ്മുടെ ഹൈറ്റും വെയിറ്റും. ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? വെയിറ്റും കൂടുന്നു. അപ്പോൾ ഇതെന്തെന്ന് പറയാൻ പറ്റും? ഇത് രണ്ടും പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റും. അടുത്ത നെഗറ്റീവ് കോറിലേഷൻ ആകുമ്പോൾ എന്താണ്? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ഒരു വേരിയബിൾ പോസിറ്റീവ് എന്താണ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അടുത്ത വേരിയബിൾ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഇതാണ് നെഗറ്റീവ് കോറിലേഷൻ. ഏതാണ്? പ്രൈസും ഡിമാൻഡും. പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ ആണ്. ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ 2 വേരിയബിൾ ഉണ്ട്, എക്സ് വേരിയബിൾ ഉണ്ട്, വൈ വേരിയബിളും ഉണ്ട്. ഓക്കെ, എക്സും ഇത് തമ്മിലുള്ള ഒരു റേഷ്യോ ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ഓഫ് ചേഞ്ച് ആണെങ്കിൽ എന്താണ്? നമുക്ക് ലീനിയർ എന്ന് പറയാം. അതായത് എന്താണ്? ഇതിനകത്തൊരു ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ഓഫ് ചേഞ്ച് ആണ് ഇപ്പുറത്ത് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലീനിയർ കോറിലേഷൻ എന്ന് പറയാൻ പറ്റും. നമുക്കൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് വരുത്തി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ എക്സ് പ്ലസ് ബി. ഇതെന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ലീനിയർ കോറിലേഷൻ എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? ഇത് എക്സിനുണ്ടാകുന്ന ഓരോ കറസ്പോണ്ടിങ് ആയിട്ടൊരു ചേഞ്ചാണ് എന്തുണ്ടാകുന്നത്? ഇവിടെ ഉണ്ടാകുന്നത്. അപ്പം നോൺ ലീനിയർ ആകുമ്പോൾ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ഓഫ് ചേഞ്ച് ആയിരിക്കത്തില്ല, ഒരു കർവി ലീനിയർ നേച്ചറൊക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വൈ ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് സ്ക്വയർ എന്ന് വരുന്നു. ഇവിടെ എന്താണ്? ഇവിടെ കോൺസ്റ്റന്റ് റേഷ്യോ ഓഫ് ചേഞ്ച് ആണോ? അല്ല, ഇവിടെ എന്താണ്? സ്ക്വയർ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഇതാണ് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നതും. ഇവിടെ നമുക്ക് എന്താണ്? ഒരു ലീനിയർ കോറിലേഷനും കാണാനായിട്ട് സാധിക്കും. അടുത്തത് ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ ആണ്. സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു? 2 വേരിയബിൾസിനെ മാത്രം പരിഗണിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഹൈറ്റ്, വെയിറ്റ്, പ്രൈസ്, ഡിമാൻഡ്, ഇവിടെയൊക്കെ സിമ്പിൾ കോറിലേഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡ് എടുക്കുവാണ്. അവിടെ നമ്മൾ ഈൽഡ് എടുക്കുവാണ്. ഈൽഡിന് നമ്മൾ വൈ എന്ന് കൊടുക്കുവാണ്. ഈ ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ വിളവ്. ഇതിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്താണ്? കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കുറച്ച് വേരിയബിൾസ് എടുക്കുക. ഏതൊക്കെയാണ്? ഫെർട്ടിലൈസർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കുന്നു. അതേ കണക്ക് തന്നെ നമ്മൾ റെയിൻഫാളും നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ? വെറുതെ വേണമെങ്കിൽ നമുക്കൊരു മാത്തമാറ്റിക്കൽ വെറുതെ എങ്ങനെ എഴുതാം? ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ പറയുന്ന കാര്യം അതല്ല. അതായത് ഇവിടെ എന്താണ്? ഈൽഡ് എന്ന് പറയുന്ന വേരിയബിൾ. ഇവിടെ ഏതാണ്? ഫെർട്ടിലൈസറും റെയിൻഫാൾ എന്ന് പറയുന്ന വേരിയബിൾ.
ഇവർ രണ്ടും എന്ത് ചെയ്യുന്നു, ഈ രണ്ട് വേരിയബിൾ വൈയും അതുപോലെ എക്സും ഇസഡും കൂടെ ചേർന്നിട്ടുള്ളത്, ഇവർ തമ്മിലുള്ള റിലേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിനെ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്താണ്, ഈ വൈയും ഈ എക്സ് ഇസഡും കൂടെ ചേർന്ന് വരുന്നതും ഇവർ തമ്മിലുള്ള പരസ്പരം, അതായത് ഈ സെറ്റും ഈ വൈയും കൂടെ ഉള്ള പരസ്പരമുള്ള കോറിലേഷനാണ് എന്തെന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതേ കാര്യം തന്നെയാണ്, അവിടെ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, വൈയും എക്സും തമ്മിലായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടുത്തെ റിലേഷൻ പറയുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇസഡിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തും. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, വൈയും ഇസഡും തമ്മിലുള്ള ആയിരിക്കും നമ്മൾ കോറിലേഷൻ ചെക്ക് ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ എക്സിനെ നമ്മൾ എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇതാണ് എന്തെന്ന് പറയുന്നത്, പാർഷ്യൽ കോറിലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് കോറിലേഷൻ സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന പ്രധാനമായിട്ട് രണ്ട് മെത്തേഡുകളാണ്. ഒന്നാമത്തത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഈ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം, കോറിലേഷൻ ഗ്രാഫ്. ഇതിൽ സ്കാറ്റർ ഡയഗ്രാം മാത്രം നമുക്ക് ഇവിടെ പഠിച്ചാൽ മതി. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആൽജിബ്രായിക് മെത്തേഡിൽ വരുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമുക്ക് വരുന്നത്. സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബൈവേരിയറ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് കോറിലേഷൻ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ എന്ത് ചെയ്യുവാണ്, ബൈവേരിയറ്റ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്, ശരിയല്ലേ? ഈ എക്സ് വാല്യൂസും വൈ വാല്യൂസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ഇതുപോലുള്ള പോയിന്റ്സുകൾ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് സ്കാറ്റർ ഡയഗ്രാം അല്ലെങ്കിൽ സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടിയ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡോട്ട് പോയിന്റ്സ് ഇട്ട് ഇതുപോലെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണെന്ന് പറയുന്നത് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഈ സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിച്ച് എങ്ങനെ കോറിലേഷൻ നമുക്ക് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് നോക്കണം, ഈ സ്കാറ്റർ പോയിന്റിന് എന്തെങ്കിലും ഒരു ട്രെൻഡ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പം ഈ ഒരു സ്കാറ്റർ പ്ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇന്നത്തെ ഈ ഒരു രീതി ഇങ്ങോട്ടൊരു ട്രെൻഡ് അല്ലേ ഉള്ളത്, ഇവിടെ എന്ത് തരം കോറിലേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഏതാണ്, പോസിറ്റീവ് കോറിലേഷൻ ആണ്. അതെങ്ങനെ പോസിറ്റീവ് ആവും, ഇവിടെ എന്താണ്, എക്സ് വാല്യൂസ് ഇവിടെ കൂടി വരുന്നതനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസ് ഇവിടെ എന്താണ് കൂടി വരുവാണ്. അല്ലെങ്കിൽ എന്താണ്, ഈ ഗ്രാഫ് നോക്കിയാൽ എന്താണ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് പോസിറ്റീവ് ട്രെൻഡ് അല്ലെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേസമയം നമ്മൾ ആ സ്കാറ്റർ ഡയഗ്രത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ രീതിയിലാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ആണെങ്കിൽ എന്താണ്, നമുക്ക് ഈ ഒരു രീതിയിലുള്ള ട്രെൻഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ എന്താണ്, എക്സ് വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വൈ വാല്യൂസ് എന്ത് ചെയ്യുകയാണ്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്കുള്ളത്, നെഗറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ എന്താണ്, ഈ വേരിയബിൾസ് നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി വേറൊരു തരം ഗ്രാഫാണ്, പ്രത്യേകിച്ച് നമുക്ക് ഒരു ട്രെൻഡും കാണാൻ പറ്റത്തില്ല, വെറുതെ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. ഇവിടെ എന്തെന്ന് പറയാൻ പറ്റും, നമുക്ക് നോ കോറിലേഷൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇവർ തമ്മിൽ പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാനായിട്ട് സാധിക്കില്ല. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊന്ന് ഗ്രാഫ് ഒന്നുമല്ല, നമുക്ക് എന്താണ് ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. കാരണം എന്താണ്, ഇതൊരു ആൽജിബ്രായിക് മെത്തേഡാണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇനി ഈ ന്യൂമറിക്കൽ വാല്യൂ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇതെന്ന് പറയുന്നത് എന്താണ്, ഡിഗ്രി ഓർ എക്സ്റ്റെൻറ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഇവർ എത്രത്തോളം അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാല്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും. ഇനി ഈ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നമ്മൾ കണ്ടുപിടിക്കാനതിനകത്ത് നമുക്ക് എന്തുണ്ട്, 3 മെത്തേഡുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കാൾ പിയേഴ്സൺസ് മെത്തേഡ് ഉണ്ട്, റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഉണ്ട്, പിന്നീട് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് എന്നൊരു മെത്തേഡുണ്ട്. നമുക്കിതിനകത്ത് കാൾ പിയേഴ്സണും റാങ്ക് കോറിലേഷനും മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൾ പിയേഴ്സൺസ് മെത്തേഡിൽ എങ്ങനെയാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഈ ഒരു ആറിൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ ആർ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് 1/n സമ്മേഷൻ xi yi മൈനസ് divided by standard deviation of x into standard deviation of y. ഓക്കെ, നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, കാൾ പിയേഴ്സൺസ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ വിളിക്കാം, സിഗ്മ എക്സ് എന്ന് വിളിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയെ
ഇങ്ങനെ വിളിക്കാം. ഇനി ഈ മുകളിൽ എഴുതിയേക്കുന്ന ടേമിനെ എനിക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയാമോ? ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് വൈ എന്ന് വിളിക്കാൻ പറ്റും. അതിന് സാധാരണയായിട്ട് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? റോ എക്സ് വൈ എന്നാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യാം. എങ്ങനെ എഴുതാം? റോ എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കാൾ പിയേഴ്സൺസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാൾ പിയേഴ്സൺസ് മെത്തേഡിൽ നമുക്ക് കിട്ടിയ ആറിനെ നമുക്ക് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം? അതായത് കാൾ പിയേഴ്സൺസ് മെത്തേഡ് വഴി ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എനിക്ക് ആറിന് ഈ കോറിലേഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂ ആയിട്ട് +1 കിട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഇവിടെ എന്താണെന്ന് പറയും? ഇവിടെ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി r = -1 ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പോസിബിലിറ്റി എന്താണ്? r എന്ന് പറയുന്നത് 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോ കോറിലേഷൻ എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് എന്താണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? നോട്ട് എന്താണ്? ലീനിയർലി കോറിലേറ്റഡ് എന്ന് പറയാൻ പറ്റും. ലീനിയർലി കോറിലേറ്റഡ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാൾ പിയേഴ്സൺസ് മെത്തേഡ് വഴിയൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് എന്താണ്? അവർ തമ്മിൽ ലീനിയർലി റിലേറ്റഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ ആണ്. ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. എന്താണ്? ഈ പോസിറ്റീവിനും നെഗറ്റീവിനും ഒക്കെ, അതായത് പെർഫെക്റ്റ് കോറിലേഷൻസിന് ഇടയ്ക്കായിട്ട് വരുന്ന കോറിലേഷനാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിൾ എററാണ്. പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതായത് എന്താണ്? നമുക്ക് പ്രോബബിൾ എറർ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് 0.6745 × 1 - r²/√n. ഈ ഒരു ഫോർമുല അറിഞ്ഞിരിക്കുക. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ്. r എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എറർ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് എറർ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോബബിൾ എറർ ഉണ്ടല്ലോ, അവിടുത്തെ 0.6745 നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ നിന്ന് മാറ്റിയാൽ മതി. ബാക്കി നമുക്ക് എന്തുണ്ട്? ഇവിടെ 1 - r²/√n എന്നുണ്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് എറർ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞൊരു കോറിലേഷൻ എന്ന് പറയുന്നതാണ് രണ്ടാമത്തത് റാങ്ക് കോറിലേഷൻ ആണ്. റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ കൂടെ ജസ്റ്റ് പറയാം. അതായത് എന്താണ്? നമ്മളൊരു മ്യൂസിക് കോമ്പറ്റീഷൻ ഉണ്ട്. അവിടെ നമ്മൾ എന്താണ് 3 ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ 2 ജഡ്ജിനെ കൊണ്ടുവന്നു. ഓക്കെ, ആദ്യത്തെ ജഡ്ജി ഇവർക്ക് എക്ക് 1ാമത്തെ റാങ്ക് കൊടുത്തു, ബിക്ക് 3ാമത്തെ റാങ്ക് കൊടുത്തു, സിക്ക് 2ാമത്തെ റാങ്ക് കൊടുത്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ ആൾ ഇവിടെ 2ാമത്തെ റാങ്ക് കൊടുത്തു, ഇവിടെ 1ാമത്തെ റാങ്ക് കൊടുത്തു, ഇവിടെ 3ാമത്തെ റാങ്ക് കൊടുത്തു. ഇവർ തമ്മിലുള്ള കോറിലേഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് ഈ 2 ജഡ്ജിമാരും തമ്മിലുള്ള കോറിലേഷൻ, അവരുടെ ടേസ്റ്റുകൾ തമ്മിലുള്ള കോറിലേഷൻ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്താ പറയാം? ക്വാളിറ്റേറ്റീവ് ഫോമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, എന്താണ്? ഒരു ക്വാണ്ടിറ്റേറ്റീവ് അല്ല, കാരണം ഇവർ റാങ്കിങ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ റാങ്ക് കോറിലേഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? 1 - 6 × summation d² ഡിവൈഡഡ് ബൈ n × n² - 1 എന്നാണ്. n എന്ന് പറയുന്ന നമ്പർ ഓഫ് പേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ്. d എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? xi - yi വാല്യൂസിനെയാണ് പറയുന്നത്. ഇതാണ് xi വാല്യൂസ് എന്ന് പറയുന്നത്, ഇതാണ് yi വാല്യൂസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്നായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ചില സമയങ്ങളിൽ ടൈഡ് റാങ്ക് വരാം. ടൈഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റഡ് റാങ്ക്. അതായത് എന്താണ്? നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ചില മത്സരങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യൂടെ? 1ാമത്തെ പൊസിഷൻ ചിലപ്പോൾ 2 പേർക്കും കൂടെ കൊടുക്കും അല്ലേ, എന്നിട്ട് അടുത്ത ആളിനായിരിക്കും അടുത്ത പൊസിഷൻ. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ റിപ്പീറ്റഡ് റാങ്ക്. അവിടെ വരുമ്പോൾ നമ്മുടെ ഈ ഫോർമുലയ്ക്ക് ചെറിയൊരു വ്യത്യാസം കൂടെ വരും. 1 - 6 × summation d² പ്ലസ് m³ - m/12 ഹോൾ ഡിവൈഡ് ബൈ n × n² - 1 എന്നുള്ളത്. ഓക്കെ, എം എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടൈംസ് ഈച്ച് വാല്യൂ റിപ്പീറ്റ്സ് എന്നുള്ളതാണ് എം എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്പെർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. ഈ ഫോർമുല എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സ്പെർമാൻസ് റാങ്ക് കോറിലേഷൻ്റെ വരുന്നതാണ്.
ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. നമ്മൾ കോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. ഇതിൽ നമ്മൾ എന്താണ് ആർ സ്ക്വയർ, ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാൻ പറ്റും? എക്സ്പ്ലൈൻഡ് വേരിയൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വേരിയൻസ് എന്ന് പറയാൻ പറ്റും. ഇതാണ് എന്തെന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഈ ഫോർമുല കണ്ടിട്ടൊന്നും പേടിക്കേണ്ടത് എന്താണ്? ആർ സ്ക്വയർ ആണ്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് സ്ക്വയർ എടുത്താൽ നമുക്കിത് കിട്ടും. ഈ എക്സ്പ്ലൈൻഡ് വേരിയൻസ്, ടോട്ടൽ വേരിയൻസ്, ഇതൊക്കെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഓക്കെ, ഇനി ഇവിടെ ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അറിഞ്ഞിരിക്കുക. ആർ എന്ന് പറയുന്നത് നമുക്കൊരു 0.8 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആർ സ്ക്വയർ എത്ര കിട്ടും? 0.64 കിട്ടും. ഇതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുന്നു, 2 വേരിയബിൾ ഉണ്ട്, വൈ വേരിയബിൾ, എക്സ് വേരിയബിളും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറയുന്നത് 0.8 ആണ്. ഇവിടുത്തെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് 0.64 ആണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈക്ക് ഉണ്ടാകുന്ന 64% വേരിയേഷൻസും ആര് മൂലം ഉണ്ടാകുന്നതാണ്? ഈ എക്സ് മൂലം ഉണ്ടാകുന്നതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ റിഗ്രഷൻ ആണ്. നമ്മൾ കോറിലേഷനിൽ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് 2 വേരിയബിൾസ് പഠിച്ചെങ്കിൽ ഇവിടെ എന്താണ് നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്, അവർ തമ്മിൽ എന്ത് തരം നേച്ചർ ഓഫ് റിലേഷൻഷിപ്പാണോ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്, റിഗ്രഷനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. മാത്രമല്ല റിഗ്രഷനകത്ത് എന്താണ് നേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മാത്തമെറ്റിക്കൽ ഫോം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് y = ax + b, എക്സിൻ്റെ വാല്യൂ അറിയാം, എയുടെ ബിയുടെയും വാല്യൂ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് y കണ്ടെത്താൻ സാധിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എസ്റ്റിമേഷൻ ഓഫ് ദ പ്രഡിക്ഷൻ ഓഫ് അൺനോൺ വാല്യൂ ഓഫ് 1 വേരിയബിൾ ഫ്രം ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. ഇനി ഇവിടെ എന്താണ് 2 തരം വേരിയബിൾസ് ആണ് നമുക്കുള്ളത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. ഇവിടെ എക്സിൻ്റെ വാല്യൂ നോക്കി, എക്സ് ആണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. കാര്യം എന്താണ്, എക്സിന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ കിട്ടത്തില്ല. അപ്പോൾ വൈ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ വൈ ആരായിരിക്കും, വൈ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും, എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേരിയബിൾസിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യുക, ഇവിടെ സിമ്പിൾ റിഗ്രഷനും മൾട്ടിപ്പിൾ റിഗ്രഷനും. കൂടുതൽ പറയേണ്ട കാര്യമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സിമ്പിൾ റിഗ്രഷൻ ആണെങ്കിൽ അടുത്ത മൾട്ടിപ്പിൾ റിഗ്രഷൻ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഇതുപോലെയൊക്കെ എന്ത് ചെയ്യുന്നു, വേറെ ഒത്തിരി വേരിയബിൾസ് വരും. ഓക്കെ, ഇനി ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ലീനിയർ കോറിലേഷൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പ്രപ്പോർഷൻ ഓഫ് ചേഞ്ച്, എന്താണ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് റേഷ്യോ ഓഫ് ചേഞ്ച് ആണെങ്കിൽ ലീനിയർ ആയിരിക്കും. എന്താണ് നോൺ കോൺസ്റ്റൻറ്റ് റേഷ്യോ ഓഫ് ചേഞ്ച് ആണെങ്കിൽ എന്തായിരിക്കും, നോൺ ലീനിയർ റിലേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിഗ്രഷൻ ലൈൻസ് വരയ്ക്കാൻ പറ്റുന്നത് 2 രീതിയിലാണ്. ഒന്നെന്ന് പറയുന്നത് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡും മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറും ആണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻസ് സാധാരണയായിട്ട് 2 രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് y ഓൺ എക്സ്. y ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ഫോർമുല, y - y bar = byx × x - x bar. ഈ ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യുക, കാണാതെ തന്നെ അറിഞ്ഞിരിക്കുക. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാവുന്ന ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി റിഗ്രഷൻ ലൈൻ ഓഫ് x ഓൺ y എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോർമുല എന്താണ്, x - x bar × bxy × y - y bar ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ byx-നെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ, റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് y ഓൺ x എന്ന് പറയാൻ പറ്റും. എന്താണ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് y ഓൺ x എന്ന് പറയാൻ പറ്റും. ഇതിനെ എന്തെന്ന് പറയാൻ പറ്റും, റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് എന്തെന്ന് പറയാൻ പറ്റും, x ഓൺ y എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ഒറിജിൻ ഡസ് നോട്ട് അഫക്റ്റ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ്. ചേഞ്ച് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എക്സിൻ്റെ ഒറിജിൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ x - a എടുത്താൽ മതി, വൈയുടെ ഒറിജിൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ y - b എടുത്താൽ മതി. അതായത് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് എന്താണ്, നമ്മുടെ ബി, ഞാൻ ഇതിനെ പുതിയൊരു വേരിയബിൾ ആയിട്ട് കൊടുക്കുകയാണ്. യു എന്ന് പറഞ്ഞാൽ x - a ആണ്, ബി എന്ന് പറഞ്ഞാൽ y - b ആണ്. അങ്ങനെയാണെങ്കിൽ ബി യു വി എന്ന് പറഞ്ഞാൽ എന്താണ്,
കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ യു ആൻഡ് വി ഇതെന്ന് പറയുന്നതും ബി എക്സ് വൈയും സെയിം ആയിരിക്കും. അതായത് എന്താണ്, ഒറിജിൻ ചേഞ്ച് ചെയ്താലും റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്താവുന്നില്ല, വാല്യൂ വ്യത്യാസം വരുന്നില്ല. ഓക്കെ, അടുത്ത് നമ്മൾ അറിയേണ്ട ഒരു റിസൾട്ടാണ് കോറിലേഷൻ കോഎഫിഷ്യന്റും റിഗ്രഷൻ കോഎഫിഷ്യന്റും കൂടെ തമ്മിലുള്ള റിലേഷൻ. ഇതൊരു മാത്തമെറ്റിക്കൽ റിലേഷൻ ആണ്. എന്താണത്, ബി വൈ എക്സ് ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ് സിഗ്മ എക്സ്. ആർ എന്ന് പറയുന്ന കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. ബി വൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് എന്താണ്, ബി എക്സ് വൈ പഠിക്കാം. ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും, അതായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. ഇവിടെ വൈ ആദ്യം വന്നു, ഇവിടെ സിഗ്മ വൈ വന്നു. അപ്പോൾ ഇവിടെ എക്സ് വന്നപ്പോൾ ഇവിടെ എന്ത് വരും, സിഗ്മ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ വൈ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും, ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ എന്ത് കിട്ടും, നമുക്കിവിടെ ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ എടുക്കുമ്പോൾ എന്ത് കിട്ടും, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ സിഗ്മ വൈ ഉണ്ട് ഡിനോമിനേറ്റർ, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോയി. ഈ സിഗ്മ എക്സും മുകളിലത്തെ സിഗ്മ എക്സും കൂടെ ക്യാൻസൽ ആയിട്ട് ഇവിടെ എന്ത് വരും, ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ എന്ന് പറയാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് ദ ജോമെട്രിക് മീൻ ഓഫ് ഏതാണ്, റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ടു റിഗ്രഷൻ ലൈൻസ് ആണ്. ആംഗിൾ ബിറ്റ്വീൻ ടു റിഗ്രഷൻ ലൈൻസ് നമ്മൾ നേരത്തെ പഠിച്ച സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻസുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് ആലോചിച്ചാൽ മതി. എന്താണ്, ടാൻ തീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആർ സ്ക്വയർ മൈനസ് 1 ബൈ ആർ ഇൻറ്റു സിഗ്മ എക്സ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ എക്സ് പ്ലസ് സിഗ്മ സ്ക്വയർ വൈ ആണ്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്പോസ് ആറിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ -1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തത്തിൽ എന്താവും, ഇതെന്ന് പറയുന്ന ആർ സ്ക്വയർ 1 സ്ക്വയർ -1 എന്ന് പറയുന്നത് എന്താണ്, 1 - 1 ഇത് 0 ആയിപ്പോവും, ശരിയല്ലേ? അപ്പം ടാൻ തീറ്റ 0 ആണെങ്കിൽ തീറ്റ എന്തായിരിക്കും, ഇവിടെ തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. കാരണം എന്താണ്, തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോഴാണ് ടാൻ തീറ്റ എന്താവുന്നത്, 0 ആവുന്നത്. 0 എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ലൈൻസ് റിഗ്രഷൻ ലൈൻസ് തമ്മിലുള്ള ആംഗിൾ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുകിൽ അവർ പാരലൽ എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ എന്തെന്ന് പറയാൻ പറ്റും, അവർ രണ്ടുപേരും കോയിൻസൈഡ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കോയിൻസൈഡ് ഓർ പാരലൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ റിഗ്രഷൻ ലൈൻസ് എന്ന് പറയുന്നത് എവിടെ വെച്ചാണ് ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ബാർ വൈ ബാറിലായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇനി പ്രധാനമായിട്ടുള്ള റിഗ്രഷൻ കോഎഫിഷ്യൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ബി എക്സ് വൈയും ബി വൈ എക്സും എന്തായിരിക്കും, സൈൻ സെയിം സൈൻ ആയിരിക്കും. അതായത് ബി എക്സ് വൈ നെഗറ്റീവ് ആണെങ്കിൽ ബി വൈ എക്സ് നെഗറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് ഓൾറെഡി പറഞ്ഞതാണ്, ഇതിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ആർ സ്ക്വയർ കിട്ടും, കോറിലേഷൻ കോഎഫിഷ്യൻ്റെ സ്ക്വയർ കിട്ടും. ഓക്കെ, ഇനി വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറിൻ്റെ സൈനും ഈ ബി എക്സ് വൈയുടെയും ബി വൈ എക്സിൻ്റെയും സൈനും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ബി എക്സ് വൈ നെഗറ്റീവ് ആണെങ്കിൽ ആറും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി ബി എക്സ് വൈ നെഗറ്റീവ് ആണെങ്കിൽ ആർ നെഗറ്റീവ്, ബി വൈ എക്സും എന്തായിരിക്കും, അതും നെഗറ്റീവ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഈ 3 പേരുടെയും സൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഇനി നമ്മൾ ഒരു സ്ഥലത്ത് പെർഫെക്റ്റ് കോറിലേഷൻ കണ്ടു എന്ന് വിചാരിക്കുക. പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ വരാം. എന്താണ്, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ അവനും വരാം, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനും വരാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ബി വൈ എക്സ് ഈക്വൽ ടു 1 ബൈ ബി എക്സ് വൈ എന്ന് എഴുതാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, തിരിച്ചു എഴുതാം, ബി എക്സ് വൈ ഈക്വൽ ടു 1 ബൈ ബി വൈ എക്സ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതും നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. അതുപോലെ അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബി വൈ എക്സ് ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്, ഇവർ തമ്മിലുള്ള റിലേഷനൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബി വൈ എക്സും ബി എക്സ് വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ ആ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ആർ സ്ക്വയറിൻ്റെ സ്ക്വയർ കിട്ടും അല്ലേ. ഓക്കെ, ഈ ആർ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആർ എന്ന് പറയുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നറിയാമോ, 0ക്കും 1നും ഇടയിലായിരിക്കും വരുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ആറിൻ്റെ വാല്യൂ -1നും 1നും ഇടയിലായിരിക്കും. അപ്പം
ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 0ക്കും 1നും ഇടയിലായിരിക്കും. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും 0ക്കും 1നും ഇടയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ BXY എന്ന് പറയുന്നത് >1 വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ BYX എന്തായിരിക്കും <1 ആയിരിക്കും ഉറപ്പായിട്ടും. വരുന്നത് കാര്യം എന്താണ്, ഇതും രണ്ടും >1 ആയാൽ എന്താണ് ഇവരുടെ പ്രോഡക്റ്റ് ഒന്നിനെക്കാട്ടിലും വലിയൊരു നമ്പർ കിട്ടും. അത് നമുക്ക് പറ്റുമോ? ഇല്ല. കോറിലേഷൻ കോഎഫിഷ്യന്റ് സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും ഒന്നിനെക്കാട്ടിലും ചെറുത് ആയിരിക്കും. അടുത്ത നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയിൽ 2007 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ്, ഇവിടെ കോറിലേഷൻ കോഎഫിഷ്യന്റ് അവൻ്റെ റോ എന്നാണ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ അവർ എന്താണ് ചോദിച്ചേക്കുന്നത്, ഈ ലൈനിൻ്റെ പ്രത്യേകത എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ റിഗ്രഷൻ ലൈൻസിൻ്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ടാൻ തീറ്റ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് എന്താണ് +or- r² - 1/r × σx σy ഡിവൈഡ് ബൈ σ²x പ്ലസ് σ²y ആണ്. ഇവിടെ എന്താണ് ആർ എന്ന് പറയുന്ന 1 വരുവാണ്. ആർ 1 വരുമ്പോൾ ഇതെന്ത് സംഭവിക്കണം, ഇത് 0 ആവും. 0 ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ എത്ര വരും? ടാൻ തീറ്റ 0 ആണെങ്കിൽ തീറ്റ എത്ര ആയിരിക്കണം? 0 ആയിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഇവിടെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഇത് കോയിൻസൈഡ് ചെയ്യുക അല്ലെങ്കിൽ പാരലൽ എന്ന് പറഞ്ഞു, ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും കോയിൻസൈഡ് ആയിരിക്കും. ഓക്കെ, ഇത് 2008 കേരള യൂണിവേഴ്സിറ്റി ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് 0 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ആറിൻ്റെ വാല്യൂ നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് എന്താ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോറിലേഷൻ കോഎഫിഷ്യന്റ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ എന്താണ് കണ്ടെത്തേണ്ടത്? ഇവിടുത്തെ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു? r² - 1 ഡിവൈഡ് ബൈ r എന്താണ് σx σy ബൈ σ²x പ്ലസ് σ²y എന്നുള്ള. 0 ആകുമ്പോൾ എന്ത് പറ്റൂടെ, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ 0 വന്നു കഴിഞ്ഞാൽ എന്താണിത് നോട്ട് ഡിഫൈൻഡ് ആണ്, ശരിയല്ലേ? ഈ ടാൻ തീറ്റ എപ്പോഴാണ് നോട്ട് ഡിഫൈൻഡ് ആവുന്നത്? തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി വരുമ്പോഴാണ് ടാൻ തീറ്റ എന്താവുന്നത് നോട്ട് ഡിഫൈൻഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ റിഗ്രഷൻ ലൈൻസ് ഇന്റർസെക്റ്റ് അറ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് റിഗ്രഷൻ ലൈൻസ് എവിടെയാണ് ഇന്റർസെക്റ്റ് ചെയ്യുന്നത്? X ബാർ Y ബാറിലാണ്. ഇതൊക്കെ കണ്ട കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നതാണ്. ഏതാണ് നമുക്ക് ഉള്ളത്? X ബാർ Y ബാറിലായിരിക്കും ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. അടുത്തതുണ്ട് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +or- 1 ആണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? എല്ലാം റിഗ്രഷൻ ലൈൻസിൻ്റെ ആംഗിൾസിനെ പറ്റിയിട്ടുള്ളതാണ്. പെർപെൻഡിക്കുലർ ആണോ കോയിൻസൈഡ് ആണോ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോർമുലയിലേക്ക് പോവുക. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് +or- r² - 1/r × നേരത്തെ σx σy ഡിവൈഡ് ബൈ σ²x പ്ലസ് σ²y ആണ്. ഇവിടെ എന്താണ് +or- 1 വന്നാൽ എന്ത് സംഭവിക്കും? ഇത് r² എന്ന് പറയുന്നത് 1 ആവും. 1 - 1 0 ആവും. അപ്പോൾ ഇത് 0 വരും. അതിൻ്റെ മീനിങ് എന്താണ്? തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ 0 ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നതും 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തുവരും ഇവിടെ ഈ റിഗ്രഷൻ ലൈൻസ് എന്തായിരിക്കും? റിഗ്രഷൻ ലൈൻസ് കോയിൻസൈഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇത് കേരള യൂണിവേഴ്സിറ്റി 2017 ചോദിച്ചതാണ്. അടുത്ത ഇവിടെ എന്താണ് അടുത്ത 2 റിഗ്രഷൻ ലൈൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അവർ. ഇതെന്താണിത്? y/x ആണ്. ഇതെന്ന് പറയുന്നതാണ് x/y എന്നുള്ള ഇക്വേഷൻ ആണ്. y/x ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ എക്സിൻ്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് BYX എന്ന് പറയുന്നത്. x/y ഉണ്ടെങ്കിൽ ഈ y-ലെ കോഎഫിഷ്യന്റ് ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത് BXY എന്ന് പറയുന്നത്. BYX 0.8 കിട്ടുന്നു. BXY എന്ന് പറയുന്നത് 0.2 കിട്ടുന്നു. ഇവിടുത്തെ കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ രണ്ടിനും കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ സ്ക്വയർ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കിട്ടും, ശരിയല്ലേ? R എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? √BXY × BYX എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്തെന്ന് എഴുതാം? √0.8 × 0.2 0.16, അതായത് എത്ര കിട്ടും? 0.4 എന്ന് കിട്ടും. എഴുതാൻ വരട്ടെ. ഇനി നമ്മൾ എന്ത് നോക്കണം? സൈൻ നോക്കണം. അതായത് എന്താണ് BYX-ൻ്റെയും BXY-യുടെയും ആറിൻ്റെ സെയിം എല്ലാം സെയിം ആണ്. ഇതെല്ലാം എന്താണ് പോസിറ്റീവ് തന്നെ വന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? നമുക്ക് ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം. നമ്മുടെ ഈ BXY-യും BYX-ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്
ഒന്നിനേക്കാൾ വലിയൊരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ എടുത്തേക്കുന്ന ഈ രണ്ട് ലൈൻസ് എന്ത് ചെയ്യണം, നമ്മൾ റിവേഴ്സ് ചെയ്യണം. ഇതിനെ നമ്മൾ എക്സ് ഓൺ വൈ എന്ന് പരിഗണിക്കേണ്ടി വരും, ഇതിനെ വൈ ഓൺ എക്സ് എന്നും പരിഗണിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനിൽ എക്സ് ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് നമ്മളിത് എഴുതേണ്ടി വരും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ കോഎഫിഷ്യൻസ് ബി വൈ എക്സ് ആൻഡ് ബി എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0. അതായത് ഈ രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. പോസിറ്റീവ് ആണെങ്കിൽ ഇവന്ത് വരും എന്നുള്ളതാണ്. ഈ പി എന്ന് ഉദ്ദേശിക്കുന്ന ആറിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ കോഎഫിഷ്യൻ്റിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് എന്താണ്, നമ്മുടെ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും തമ്മിലുള്ളൊരു റിലേഷൻ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സിനെ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ട്, അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ എന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ആരുടെയാണ് പക്ഷേ ചെയ്യുന്നത്, അരിത്തമെറ്റിക് മീൻ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എടുക്കുകയാണ്. ബി എക്സ് വൈ പ്ലസ് ബി എക്സ് ഡിവൈഡ് ബൈ 2. നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഗ്രേറ്റർ ദാൻ അതിൻ്റെ ജോമെട്രിക് മീൻ എടുക്കുകയാണ്. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് എഴുതാം, ബി എക്സ് വൈ പ്ലസ് ബി വൈ എക്സ് ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇതിൻ്റെ ജോമെട്രിക് മീൻ റിഗ്രഷൻ കോഎഫിഷ്യൻ്റെ ജോമെട്രിക് മീനാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള R എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ, R എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓപ്ഷൻ എ എന്ന് പറയുന്നത് അതാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, R എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് 1/2 ഇൻറ്റു ബി എക്സ് വൈ പ്ലസ് ബി വൈ എക്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുസാറിൽ 2019 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താണ്, രണ്ട് കോറിലേഷൻ അതായത് രണ്ട് റിഗ്രഷൻ ലൈൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത് കോയിൻസൈഡ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്തായാലും ഇതൊരു റിസൾട്ടാണ്. ഇതാണ് ആ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്ര വരണം, 1 വരണം. ഓക്കെ, അതായത് നമ്മൾ രണ്ട് ലൈൻസ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ അവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും, ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എത്രയായിരിക്കും, തീറ്റ 0 ആയിരിക്കും. തീറ്റ 0 ആയതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയാണ് ആ തീറ്റ 0 കിട്ടുന്നത്, ആറിൻ്റെ വാല്യൂ എത്ര കൊടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കിട്ടുന്നത്, ആറിൻ്റെ വാല്യൂ ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മുടെ കയ്യിൽ രണ്ട് റിഗ്രഷൻ ലൈൻസ് ഉണ്ട്. അതെന്താണ്, കോയിൻസൈഡ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞേക്കുന്നത്. രണ്ട് റിഗ്രഷൻ ലൈൻസ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്, 2 റിഗ്രഷൻ ലൈൻസ് ആർ കോയിൻസൈഡ് ദ റിലേഷൻ ബിറ്റ്വീൻ 2 റിഗ്രഷൻ കോഎഫിഷ്യൻ്റ്. അവിടുത്തെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ത് വരും എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് റിഗ്രഷൻ ഇത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആറിൻ്റെ വാല്യൂ എത്ര വരുമെന്ന് അറിയാം. ആർ എന്ന് പറയുന്നത് എന്ത് വരും, +or-1 വരും. കാര്യം എന്താണ്, ആർ എന്ന് പറയുന്നത് +or-1 വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടാൻ തീറ്റ എന്ന് പറയുന്നത് 0. അവിടെ എന്താണ്, നമ്മൾ തീറ്റ 0 ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കോയിൻസൈഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇങ്ങനൊരു സിറ്റുവേഷനകത്ത് നമ്മൾ ഇവിടുത്തെ ബി എക്സ് വൈയും ബി വൈ എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുമെന്ന് പറയുമ്പോൾ 1 ആണ് കിട്ടുന്നത്. കാരണം ബി വൈ എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്, ഇതിൻ്റെ ആർ എന്ന് പറയുന്നത് 1 കിട്ടണം. 1 കിട്ടണമെങ്കിൽ എന്ത് കിട്ടണം, ഒന്നുകിൽ ബി വൈ എക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, -1 വരണം, അല്ലെങ്കിൽ ബി എക്സ് വൈ എന്ന് പറയുന്നത് എന്ത് കിട്ടണം, +1 വരണം. ഇനി ഇത് -1 ആണെങ്കിൽ ബി എക്സ് വൈയുടെ സൈനും എന്തായിരിക്കും, -1 ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടുന്നു, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1 തന്നെ കിട്ടും. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 1 കിട്ടും. കാരണം എന്താണ്, ഇത് -1 ആണെങ്കിൽ ഇതും -1 വരും അല്ലേ, ഇത് +1 ആണെങ്കിൽ ഇതും എന്ത് +1 വരും. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, 1 തന്നെ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുസാറിൽ 2019 ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വേരിയൻസ് ഓഫ് x+y ഈക്വൽ ടു വേരിയൻസ് ഓഫ് x-y. ഇത് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത്
വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ പ്ലസ് 2 ഇൻറ്റു കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് വൈ എന്ന് എഴുതാൻ പറ്റും. ഇനി വേരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ മൈനസ് 2 ഇൻറ്റു കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് വൈ എന്ന് എഴുതാൻ പറ്റും. ഇത് രണ്ടും ഈക്വൽ എന്നല്ലേ അവർ പറഞ്ഞേക്കുന്നത്. ഇത് രണ്ടും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ആയിപ്പോവും. ഈക്വൽ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്ത് എഴുതാൻ പറ്റും? 2 ഇൻറ്റു കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് വൈ ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് വൈ ആണ്. ഇനി നമുക്ക് കൊവേരിയൻസിന് നമുക്ക് എങ്ങനെ എഴുതാം? റോ എക്സ് വൈ എന്ന് എഴുതാം. ഇതിനെങ്ങനെ എഴുതാം? റോ എക്സ് വൈ എന്ന് എഴുതാം. നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചു. നമ്മളെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇത് എങ്ങനെ എഴുതാൻ പറ്റും? റോ എക്സ് വൈ ഈക്വൽ ടു R ഇൻറ്റു സിഗ്മ എക്സ് സിഗ്മ വൈ എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? റോ എക്സ് വൈ ഈക്വൽ ടു R ഇൻറ്റു സിഗ്മ എക്സ് സിഗ്മ വൈ. അപ്പോൾ എന്ത് എഴുതാം? 2 ഇൻറ്റു R ഇൻറ്റു സിഗ്മ എക്സ് സിഗ്മ വൈ. ഇവിടെ എന്ത് എഴുതാം? മൈനസ് 2 ഇൻറ്റു R ഇൻറ്റു സിഗ്മ എക്സ് സിഗ്മ വൈ. ഇവിടെ ഈ 2ഉം മൈനസ് 2ഉം ക്യാൻസൽ ആയിപ്പോവും. സിഗ്മ എക്സ് സിഗ്മ ഇത് ക്യാൻസൽ ആയിപ്പോവും. പിന്നെ എന്ത് കിട്ടും? മൈനസ് R ഈക്വൽ ടു R എന്ന് കിട്ടും. ഇത് എപ്പോഴാണ് ഈ മൈനസ് ആറും ഈക്വൽ ആവുന്നത്? ആറിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ മാത്രമേ എന്തുള്ളൂ? ഇത് രണ്ടും ഈക്വൽ ആവുന്നത്. അപ്പോൾ ഇവിടുത്തെ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് D ആണ് കിട്ടുന്നത്. അതായത് എത്രയാണത്? 0 ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുസാലിൽ 2019 ചോദിച്ചതാണ്. ഇഫ് ഓൺ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് 2 റിഗ്രഷൻ ലൈൻസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. ഓക്കെ, അതായത് ഒരു വാല്യൂ ഒരു റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സപ്പോസ് നമ്മുടെ BXY എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ BYX എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ലെസ് ദാൻ 1 ആയിരിക്കും. കാര്യം എന്താണ്? ഇവരുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? കോറിലേഷൻ കോഎഫിഷ്യൻ്റ് സ്ക്വയർ കിട്ടും. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? 0ക്കും 1നും ഇടയിലായിരിക്കും. അങ്ങനെ വരണമെങ്കിൽ എന്താണ്? ഒന്ന് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കണം? ലെസ് ദാൻ 1 ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുസാൽ 2018 ചോദിച്ചേക്കുന്നതാണ്. ദ വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഈസ് 0 ഇംപ്ലൈസ് ദാറ്റ്. അതായത് 2 വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ലീനിയർ റിലേറ്റഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നോട്ട് ലീനിയർ റിലേറ്റഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? നമ്മൾ കോറിലേഷൻ പറഞ്ഞ എന്താണ്? ലീനിയർ റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 0 കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? നോട്ട് ലീനിയർലി റിലേറ്റഡ്. അപ്പോൾ ഇതാണെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ്. നമ്മൾ ഓൾറെഡി അതൊരു റിസൾട്ടാണ്. അതായത് എന്താണ്? കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലും ഒറിജിനും ചേഞ്ച് ചെയ്താൽ എന്ത് ചേഞ്ച് ആവത്തില്ല? കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ചേഞ്ച് ആവത്തില്ല. അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എന്താണ്? ഇപ്പം എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യൻറ്റും എക്സ് മൈനസ് എ ബൈ ബിയും വൈ മൈനസ് എ ബൈ ബി ഇത് രണ്ടും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് നമ്മൾ ചെക്ക് ചെയ്താൽ എന്തായിരിക്കും? അത് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഈസ്. അതായത് ഇവിടെ ഒരൊറ്റ റിലേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അതിനുശേഷം ഇവിടുത്തെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. പോണ്ടിച്ചേരിയിൽ 2011 ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളതിൽ ഒറ്റ റിലേഷനെ തന്നിട്ടുള്ളൂ. എന്താണ് തന്നേക്കുന്നത്? 2x + 3y + 4 = 0. ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ നിന്ന് 2x = -3y -4 എന്ന് എഴുതാൻ പറ്റും. x = -3/2 y -4/2 എന്ന് എഴുതാനായിട്ട് പറ്റും. നിങ്ങൾ ഈ ഒരു സൈൻ മാത്രം എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് നോക്കിയാൽ മതി. ഇതെന്താണ്? ഇവിടെ നെഗറ്റീവാണ് ഇവിടെ വന്നേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മളിവിടെ അടുത്തത് കണ്ടുപിടിക്കുകയാണ്. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് കിട്ടും? BYX കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? 3y = -2x -4. ഇവിടെ എന്ത് കിട്ടും? y = -2/3x -4/3 എന്ന് കിട്ടും. ഇനി നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ BYX ഉണ്ട്, ഇവിടെ BXY ഉണ്ട്. ഇതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. BXY × BYX ഇത് എന്ത് കിട്ടും?
നമുക്ക് 1 എന്ന് നമുക്കിവിടെ കിട്ടും. സൈൻ സിമ്പിൾ പോയതിന് ശേഷം 1 എന്ന്, കാരണം ഇതിൻ്റെ റെസിപ്രോക്കലാണ് ഈ എഴുതിയേക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ സൈൻ നമ്മൾ നോക്കുക. ഇതിൻ്റെ ആറിൻ്റെ ഇപ്പം ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോഴാണല്ലോ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കിട്ടുന്നത്. അത് 1 കിട്ടും. പക്ഷേ ആൻസർ 1 ആണോ? അല്ല. നമ്മളിവിടെ സൈൻ നോക്കണം. സൈൻ എത്രയാണ്? സൈൻ എന്താണ്? ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ് കിട്ടുന്നത്? -1 ആണ് കിട്ടുന്നത്. ഇനി ഈ ടൈപ്പിൽ നമ്മൾ ഒറ്റ റിലേഷനെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ. അതായത് ഒരേ ഒരു ഇക്വേഷൻ തന്നതിന് ശേഷം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പെർഫെക്റ്റ് കോറിലേഷനാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത് വരുന്നത്. നമ്മൾ ഒരു കാര്യം മാത്രം ചെക്ക് ചെയ്താൽ മതി. പെർഫെക്റ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. അതിന് എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതിയിട്ട് എക്സിനെയോ വൈയെയോ സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പം ഈ വൈയുടെ കൂടെ വരുന്ന കോഎഫിഷ്യൻ്റെ സൈൻ അല്ലെങ്കിൽ എക്സിൻ്റെ കൂടെ വരുന്ന കോഎഫിഷ്യൻ്റെ സൈൻ മാത്രം കൊടുക്കുക. ആ സൈനൊപ്പം എന്ത് ചെയ്താൽ മതി? 1 ചേർത്താൽ മതി. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ആൻസർ എത്രയാണ്? -1. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ എന്താണ്? അത് +1 ആണ്. എന്ത് ചെയ്യുക? നമ്മൾ അറിഞ്ഞിരിക്കുക, അതൊരു റിസൾട്ടാണ്. അതായത് എന്താണ്? y = ax + b ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വൈയും എക്സും തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സൈൻ ഓഫ് എ കണ്ടുപിടിച്ചാൽ മതി. അതെന്താണ്? a<0 ആണെങ്കിൽ ആൻസർ -1 ആയിരിക്കും. എ എന്ന് പറയുന്നത് >0 ആണെങ്കിൽ എന്തായിരിക്കും? കോറിലേഷൻ എന്ന് പറയുന്നത് +1 ആയിരിക്കും. ഓക്കെ, അത് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്ത എന്താണ്? ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ് ഈസ് -0.4. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഒന്നുമില്ല. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? r² ആണ്. അതായത് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ സ്ക്വയർ എടുത്താൽ മതി. കോറിലേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് എത്രയാണ്? -0.4. ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 0.16 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ബിറ്റ്വീൻ 12 - 3x - 13 + 4y. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട്. കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ തന്നതിന് ശേഷം അതിൻ്റെ വരേണ്ട ഫംഗ്ഷനാണ് ചോദിച്ചത്. 12 - 3x എന്താണ്? -13 + 4y. ഇതൊരു റിസൾട്ടാണ്. അതായത് ഇത്രയേ ഉള്ളത്. കോറിലേഷൻ ബിറ്റ്വീൻ ax + b cy + d കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോറിലേഷൻ ബിറ്റ്വീൻ xy മതി. പിന്നെ എന്ത് വേണം? സൈൻ ഓഫ് ഏത് വേണം? AC കൂടെ വേണം. അതായത് എന്താണ്? സൈൻ ഓഫ് AC എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നോക്കിയാണ് എയുടെ സ്ഥാനത്ത് ആരാണ് വന്നേക്കുന്നത്? -3 ആണ് വന്നേക്കുന്നത്. ബിയുടെ സ്ഥാനത്ത് ആരാണ് വന്നേക്കുന്നത്? സോറി, എയും സിയും അല്ലേ? സിയുടെ സ്ഥാനത്ത് ആരാണ് വന്നേക്കുന്നത്? 4 ആണ് വന്നേക്കുന്നത്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -12 എന്ന് കിട്ടും. ഇതിൻ്റെ സൈൻ എന്താണ്? ഈ സൈൻ മാത്രം നോക്കിയാൽ മതി. വാല്യൂ ഒന്നും ഇവിടെ മൈനസും പ്ലസും രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് കിട്ടും. അപ്പം മൈനസ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എത്രയാണ്? 0.7. അപ്പോൾ ആൻസർ എത്രയാണ്? -0.7 ആണ് ആൻസർ. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. എന്താണ്? ഇതാണ് ആ റിസൾട്ട് എന്ന് പറയുന്നത്. ax + b യും cx + d യും തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഓഫ് AC ഇൻറ്റു കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ കോറിലേഷൻ തന്നിട്ടുണ്ട്. AC നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? ഇതിൻ്റെ കോഎഫിഷ്യൻറ്റും ഇതിൻ്റെ കോഎഫിഷ്യൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യൻ ബേസ്ഡ് ഓൺ എൻ ഒബ്സർവേഷൻ. അതായത് ഒരു സ്കാറ്റർ പ്ലോട്ട് തന്നിട്ടുണ്ട്. ഇവിടെ എന്ത് തരം കോറിലേഷനാണ് ഉള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. കുറച്ച് കൺഫ്യൂസിങ് ആണ്. കാര്യം എന്താണ്? ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ അടുത്തൊരു ഫിഗർ മാത്രം തന്നിട്ട് ഇവിടുത്തെ കോറിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളാണ്. ഇവിടുത്തെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഈ ഒരു രീതിയിലാണ്. ഈ ഒരു രീതിയിലാണ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. നെഗറ്റീവ് ആകുമ്പോൾ പിന്നെ നമുക്ക് 2 വാല്യൂസേ ഉള്ളൂ. -99 ഇതെന്ന് പറയുന്നത് എന്ത് കിട്ടും? -0.99 എന്ന് കിട്ടും. ഇതിപ്പോൾ ഏകദേശം പെർഫെക്റ്റ് കോറിലേഷൻ ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. അതേസമയം ഇത് അത്രത്തോളം അടുത്ത് നിൽക്കുകയല്ല. ഇവിടെ നടത്തി കറക്റ്റ് ഭയങ്കര പെർഫെക്റ്റ് കോറിലേഷനോ അല്ല. കാര്യം എന്താണ്? പോയിന്റ്സ് എല്ലാം അങ്ങോട്ടും ഇതായിട്ടാണ്, കുറച്ച് ഇതായിട്ടാണ് കിടക്കുന്നത്. ശരിയല്ലേ? എല്ലാം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അടുത്തടുത്തല്ല കിടക്കുന്നത്. അടുത്തടുത്താണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഇത് എഴുതാമായിരുന്നു. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. കാര്യം എന്താണ്? ഇത് അത്രത്തോളം ഇങ്ങനെ അടുത്തടുത്ത് ഡെൻസിറ്റി ആയിട്ടല്ല കിടക്കുന്നത്, കുറച്ച് അകലത്തിലാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.